ഒരു പ്ലാനും ഇല്ലാണ്ട് റൈഡിനിറങ്ങി. പെട്ടെന്ന് സൈഡിക്കായിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കാനേ ഭയങ്കര റീച്ചാണ് ആനയ്ക്ക് അടുത്ത്. അപ്പം നമ്മൾ 5-5:30 മണി, ചിലപ്പോൾ 6 മണിയാകും ഊട്ടി എത്താൻ. ഇതാണ് നമ്മൾ മസനഗുഡി ഇന്ന് കയറി വരുമ്പം ഊട്ടിയിലേക്ക് ടച്ച് ആവണ റോഡ്. ഇല്ല, ഒടുക്കത്തെ തണുപ്പ്. നമ്മൾ റൂം തപ്പി റൂം കിട്ടിയിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് നൈറ്റാണ്. സമയം എത്രയും? സമയം ഷാപ്പ് 12:55. സോ ഇറ്റ്സ് ഗുഡ് മോർണിംഗ്. അങ്ങനെയും പറയാം. അപ്പം നൈറ്റ് 1 മണിയാണ്. ഒരു പ്ലാനും ഇല്ലാണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ബ്ലോഗ് ചെയ്യാനുള്ള ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ചടപട തീരുമാനങ്ങൾ. ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പം ചായ അടിക്കാൻ നിർത്തിയതാണ്. അപ്പം എന്താ പറയുക, ഇൻട്രോ ഇവിടെ നിന്ന് ആയിക്കോട്ടെ. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്താണ്. എൻ്റെ ബാക്കിൽ കാണാൻ ഒരു പുഴയുണ്ട്. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് സ്ഥലം സബ്സു. ഇത് ഇടവണ്ണ കഴിഞ്ഞിട്ട് നമ്മൾ ഊട്ടി റോഡിലാണ്. മനസ്സിലായില്ലേ? ഊട്ടിക്കാണ് പരിപാടി. അപ്പോൾ ഇതുവരെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലാൻ എങ്ങനെ വന്നു എന്ന് പറയും. അതായത് ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ബാഗിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോയി. ഈ ഇടവണ്ണ എത്തിയപ്പോൾ ഒരു ചായക്കട കണ്ടു. അവിടെ വെറുതെ വണ്ടി നിർത്തി ഓരോ ചായ പറഞ്ഞതാണ്. ആ ചായ കുടിച്ച് ചാർജായപ്പോൾ ലൊക്കേഷൻ ഫിക്സായി. അപ്പോൾ ലൊക്കേഷൻ ഇപ്പം ഊട്ടിക്കാണ്. ഞങ്ങൾ 2 പ്ലാൻ ഉണ്ടായിരുന്നു, വയനാടാണോ ഊട്ടിയാണോ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഊട്ടിയാണ്. എന്തായാലും ഈ ചൂടിന്നൊക്കെ മാറി നല്ല തണുപ്പും ഇപ്പോൾ ക്ലൈമറ്റ് അടിപൊളിയാണെന്നാണ് കേൾക്കണേ. അപ്പം ഊട്ടിക്കുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം വലിയൊരു നീണ്ട ഇൻട്രായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ, ഇനി വരാൻ പോണതൊക്കെ. നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാ വണ്ടി ദേ ഇവിടെ കിടക്കുന്നുണ്ട്. ഷംസുൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ചായക്കടയിൽ നിന്ന് കേട്ടോ ചായ അടിച്ചത്. സമയം 1 മണി. എന്തായാലും ഇതേ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെയാണ്. ഒരു പ്ലാനും ഇല്ലാണ്ട് റൈഡിനിറങ്ങി. ചില ഇൻസിഡൻറ്റുകൾ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ചില ട്രിപ്പുകൾ അങ്ങനെയാണല്ലോ. നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ ഒന്നും ആവില്ല. പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു, റൈഡിനിറങ്ങുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചായ കുടിച്ച് ഫുൾ എനർജി ആയി. ഇനി നേരെ നമുക്ക് ചുരം കയറാണ്ട്. ഇപ്പോൾ നമ്മൾ ഇടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നിലമ്പൂർ പോകണം. അതേപോലെ നിലമ്പൂർ എടക്കര വഴിക്കടവ് അങ്ങനെയാണ് റൂട്ട്. പിന്നെ അവിടെ നാടുകാണി ചുരം കയറണം. പിന്നെ കൂടല്ലൂർ കോട ഉണ്ടാവുമെന്നറിയില്ല. നമ്മൾ എന്തൊക്കെയാണ് ക്ലൈമറ്റ് സിറ്റുവേഷൻസ് എന്നറിയില്ല, മഴ ഉണ്ടോയെന്നറിയില്ല. അപ്പം എല്ലാം സസ്പെൻസ് ആയിരിക്കും. ഒരു എന്താ പറയുക, ഈ ഒരു സമയമായതുകൊണ്ട് നമ്മൾ ഒന്നും പ്രിപ്പയർഡല്ല, റൂം എടുത്തിട്ടില്ല. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മനോഭാവത്തിലുള്ളൊരു ട്രിപ്പാണ്. അങ്ങനെ നമ്മൾ നിലമ്പൂർ എടക്കരയൊക്കെ കഴിഞ്ഞ് വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുക കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ നാടുകാണി ചുരം കയറുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഭയങ്കര റഷാണ്. നല്ല കണ്ടമാനം വണ്ടികളുണ്ട്. നമ്മൾ വിചാരിച്ച നൈറ്റിൽ വണ്ടികൾ കുറവായിരിക്കുന്നു, പക്ഷേ വണ്ടികൾ നല്ലതുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നാടുകാണി ചുരം കയറാൻ പോവാണ്. RTO ചെക്ക് പോസ്റ്റ് വഴിക്കടവ്. ഈ വഴിക്കടവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവരും വണ്ടി നിർത്തിയിട്ട് ഈ വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി നമ്മൾ റൈഡ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മളവിടെ നിർത്തിയിട്ട് നമ്മൾ കോഫി ക്യാരി ചെയ്ത് കൊടുത്തിരുന്നു, നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയ കോഫിയൊക്കെ അടിച്ച് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളവിടെ ഒരു 20 മിനിറ്റ്സോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ, ഈ വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്.
ചുരം കയറാൻ തുടങ്ങി. ക്ലൈമറ്റ് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, തണുപ്പുണ്ട്. പക്ഷേ തെർമലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അത്ര എനിക്കണ്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി എന്താണാവോ സ്ഥിതി. ആ ആര് വെറുതെ പറഞ്ഞ കാര്യം ആനേ ഞാനതാണ് വെയിറ്റ് ചെയ്തത്. ഞാൻ കാണുന്നില്ല. അപ്പോല്ലേ ഷംസിനോട് ആരോ ആന ഉണ്ടെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വന്ന് നോക്കിയിട്ട് കാണുന്നില്ല. അവരെന്തോ പറയുന്നുണ്ട്, ആന ഉണ്ടോയെന്നോ എന്താണെന്നോ ഒരു ഐഡിയ കിട്ടുന്നില്ല. കാറുകാരൊക്കെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര ത്രില്ലിങ്ങും ഒരു പേടിയുണ്ട് ചെറുതായിട്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികളൊക്കെ സേഫായിട്ട് വരുന്നുണ്ട്. ആന ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ സ്ഥിതി എന്നൊരു ഐഡിയ ഇല്ല. മുന്നിൽ കുറച്ച് കാറുകൾ പോകുന്നുണ്ട്. അത് നിൽക്കണ ആന. സ്പോട്ട് ചെയ്തു. കണ്ടോന്നറിയില്ല. കണ്ടോ? കണ്ടു. എന്തായാലും റോട്ടിൽ നിൽക്കണം. അത് എത്രത്തോളം ക്യാമറയിൽ കണ്ടു എന്ന് ഒരു ഐഡിയ കിട്ടണില്ല. പക്ഷെ ആനുണ്ട് അവിടെ. ഓ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ഒരു സൈഡിക്കായിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കാനേ ഭയങ്കര റീച്ചാണ് ആനയ്ക്ക് അടുത്ത്. അപ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാനവിടെ നിർത്താൻ. ആനേ കറക്റ്റ് റോട്ടിലാണ് നിൽക്കണേ. അപ്പോൾ പിന്നെ ആന നമ്മളടുത്തേക്ക് വന്നാലോ. അപ്പം അതാണ് ആനയ്ക്ക് നല്ല റീച്ചിൽ നമ്മളുണ്ട്. അങ്ങനെ വന്യമൃഗത്തെ സ്പോട്ട് ചെയ്യാൻ ഒരു ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. സമയം 2:30 നേരത്തെ കേട്ടോ. കടമാനം ടൂറിസ്റ്റുകൾ ബോട്ടിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ ആനേനെ കാണാൻ പറ്റി. ഞാൻ പ്രതീക്ഷിച്ചാണ് ഈ സമയത്ത് കുട്ടികളായിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇത്ര അടുത്ത് റോട്ടിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിലാട്ടോ വണ്ടികളൊക്കെ. ചെക്ക് പോസ്റ്റിൽ എന്തോ ഒരു ചെറിയ ചെക്കിങ്. പോലീസുകാരൊന്നല്ല, ഇത് പയ്യന്മാരാണോ ഇനി ആവോ. നോട്ട് ബൈക്കേഴ്സ്. ബൈക്കേഴ്സിനെ ചെക്ക് ചെയ്യണില്ല കേട്ടോ. കാറുകൾ മാത്രമേ ചെക്ക് ചെയ്യണുള്ളൂ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 10-11 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഗൂഡല്ലൂർക്ക്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചെക്ക് പോസ്റ്റിൽ
കാറുകളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, ബൈക്കേഴ്സിനൊന്നുമില്ല. കാറിന് ഡിക്കി ഓപ്പൺ ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബൈക്കേഴ്സിന് ഒരു പ്രശ്നമില്ല. ഞങ്ങളവിടുന്ന് കടന്നു പോകുന്നു. തണുപ്പ് നന്നായിട്ട് അടിച്ചു കയറുന്നുണ്ട്. ക്ലൈമറ്റ് നേരെ ഓപ്പോസിറ്റായി. നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. കയ്യും, അതായത് നമ്മൾ തെർമൽ മുകളിലേക്ക് മാത്രമേ ഉള്ളൂ, കയ്യുമ്മയ്ക്കില്ല. അപ്പോൾ കയ്യിൻ്റെ അവിടെയാണ് ഇപ്പോൾ തണുക്കുന്നത്. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂരെത്തി. ഒടുക്കത്തെ തണുപ്പൊന്നും ഒരു രക്ഷയില്ല. അപ്പം ഗൂഡല്ലൂർ നിർത്തിയിട്ട് ഒരു ജാക്കറ്റും കൂടി ഉള്ളിൽ കയറ്റണം. എന്നാൽ നമുക്ക് റൈറ്റ് പിടിക്കാം. കാരണം ലെഫ്റ്റ് മൈസൂർ റൂട്ടാണ്, റൈറ്റ് ഊട്ടി റോഡ്. ചായക്കട തപ്പണ്ടേ? ചായക്കട അങ്ങോട്ടുണ്ടാവും. അങ്ങോട്ട് അവിടെ ടൗണ്, അങ്ങോട്ടോ ടൗണ്. നമുക്ക് ടൗണിൽ പോയി നോക്കാം. കാരണം ഒരു ചായ കിട്ടിയാൽ അടിപൊളിയായിരുന്നു ഈ തണുപ്പത്ത്. വണ്ടികളില്ലാത്ത ശാന്തമായ ഗൂഡല്ലൂർ ടൗൺ. ഈ റൂട്ടാണ് ശരിക്കും മസനഗുഡി വഴി പോണ റൂട്ട്, മൈസൂർ റോഡ്. പക്ഷെ നമുക്ക് പോകാണ്ട് അങ്ങോട്ടാണ്. നമ്മൾ ഫസ്റ്റ് കയറി അങ്ങോട്ട്. പിന്നെ അവിടെയാണ് ആ റൂട്ടാണ് ഡയറക്റ്റ് ഊട്ടിക്ക്. ഇവിടെ ചെക്ക് പോസ്റ്റ് 6 മണിക്കേ തുറക്കുള്ളൂ. ഇല്ല, ഊട്ടി ഈ ഷോപ്പ് അങ്ങ് ബസ് സ്റ്റാൻഡ് പക്കത്തിൽ തന്നെ ഇരിക്കുക. പെട്ടെന്ന് പോലീസുകാർ വന്ന് അവിടെ നിന്ന് വണ്ടി എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വേഗം വണ്ടി എടുത്തു കേട്ടോ. വേഗം ഡ്രസ്സ് ഇട്ടു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാരണം പോലീസ് വന്നിട്ട് ഒരു വട്ടം പറഞ്ഞു, 2 വട്ടം പറഞ്ഞു വണ്ടി എടുത്തിട്ട് പോകുന്നു. കേട്ട ഭാഗമില്ല, വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു. ഇപ്പോൾ പിന്നെ നമ്മൾ വേഗം വണ്ടി എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നൊക്കെയുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഊട്ടി ഏകദേശം 52 കിലോമീറ്റർ ഗൂഡല്ലൂരിൽ നിന്നിട്ടോ. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ. എലക്ഷനാണ്, അതുകൊണ്ട് ചെക്കിങ് പ്രശ്നമാണ്. വേഗം വണ്ടി എടുത്ത് പോകുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്യും. നമ്മൾ അവിടെ നിൽക്കാൻ അയക്കുന്നില്ല. നമുക്കെന്തായാലും നേരെ ഊട്ടി പിടിക്കാം, വേറെ പിന്നെ ഒന്നും നോക്കാമല്ലോ. അതാണ് ഗുഡ് ഐഡിയ. കാരണം 6 മണി വരെ ചെക്ക് പോസ്റ്റിൽ കാത്തുനിന്നിട്ട് മസനഗുഡി വഴി ഊട്ടി ഒരുപാട് ടൈമും പോവും. അത്രയും നേരം അവിടെ നിൽക്കണം. 3 മണിക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ഊട്ടി എത്താം. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഊട്ടി എത്താൻ പറ്റും. 3 മണിക്കൂർ അവിടെ പോവുകയും ചെയ്യും. പിന്നെ അത് തന്നെ കയറി വരുമ്പോഴേക്കും അത്യാവശ്യം സമയം എടുക്കും നമ്മൾ ഊട്ടി എത്താൻ.
ഉടലൂരിൽ നിന്നൊക്കെ പോകുന്ന നമ്മൾ ആ യൂക്കാലിപ്സ് മരങ്ങളൊക്കെ ഉള്ള റൂട്ടെത്തിയേ. കാണുന്നുണ്ടോയെന്ന് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ കാണുമ്പോൾ വലിയ മരം ഇരുട്ടത്ത് കാണുമ്പോൾ ഞാൻ കുറേ റൈഡേഴ്സിന് ഈ റൂട്ടിൽ കണ്ടു. പക്ഷെ ഒരു പ്രോപ്പർ എന്താ പറയുക, ഒരു സേഫ്റ്റി ഗിയേഴ്സും ഇല്ലാണ്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഈ റൂട്ടിൽ റൈഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ രാത്രി സമയത്ത്. രാത്രി ഇങ്ങനെ റൈഡ് ചെയ്ത് ചില്ല് ചെയ്ത് പോകാൻ വേറെ ഫീല്. റോഡൊന്നും പിന്നെ അധികം അത്ര മോശമൊന്നുമല്ല, നല്ല റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് പോകാനും പറ്റുന്നുണ്ട്. ഓ, എൻ്റെ ലെഫ്റ്റ് സൈഡ് കൂടല്ലൂർ ടൗണാണ് കാണുന്നു തോന്നുന്നു. കാണുക സമയം 4 മണി. ടെമ്പറേച്ചർ എന്താ സ്ഥിതി എന്ന് അറിയില്ല. നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷയില്ല. തണുപ്പ് അടുത്തങ്ങ് കയറുകയാണ്. നമുക്കിനി ഏകദേശം 1 ഹവറിൻ്റെ മുകളിൽ. എനിക്ക് തണുത്തിട്ട് അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കിടുകിടാ വിറയ്ക്കാണ് ബൈക്കും വരുന്നിട്ട്. ഗ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ തണുപ്പ് വേറെ ലെവലായിരിക്കണം. സമയം 4 മണിയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ നല്ല തണുപ്പുണ്ട് മോർണിംഗ്. അപ്പം നമ്മൾ 5-5:30 മണി, ചിലപ്പോൾ 6 മണിയാകും ഊട്ടി എത്താൻ. വേറൊരു ഫീല്, നൈറ്റ് ഡ്രൈവ് ഒരു രക്ഷയില്ല. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് രാത്രി റൈഡിന് ഇറങ്ങണേ. അപ്പം അതൊരു അടിപൊളി ഫീൽ തന്നെയായി. ഞാൻ ഇടയ്ക്ക് എൻ്റെ കൈ എൻജിനിലോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്, കാരണം കൈ അത്രയും തണുത്തിട്ടുണ്ട്. ഈ തണുപ്പുകൊണ്ട് തോന്നുന്നു സംസാരിക്കാനൊന്ന് ഭയങ്കര ബുദ്ധിമുട്ട്. ഊട്ടി ഇതുവരെ എത്തിയിട്ടില്ല. എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ കോടയാണെങ്കിൽ നന്നായിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. നല്ല കോട, തണുപ്പാണെങ്കിൽ രക്ഷയില്ല. ഹെൽമെറ്റിൻ്റെ വൈസറാണെന്നുണ്ടെങ്കിൽ ഫോഗ് അടിച്ചിട്ട് കാണുന്നില്ല. അതങ്ങനെ ആകെക്കൂടി ട്രിപ്പിൻ്റെ എന്താ പറയുക, എന്താണ് നമ്മൾ ഉദ്ദേശിച്ച് വന്നത് അത് നമുക്ക് കിട്ടി. കോടയും തണുപ്പും വേറെ ലെവല്. സംസാരമൊന്നും ശരിയാണില്ല, തണുത്ത് കുറച്ചിട്ടേ സംസാരിക്കാൻ പറ്റണില്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കോടയുണ്ട്. ഇപ്പോൾ എവിടെ എത്തിയെന്ന്, തലക്കുന്ത. ഇതാണ് നമ്മൾ, യെസ് ഓഫ് കോഴ്സ്, ഇതാണ് നമ്മൾ മസനഗുഡി ഇന്ന് കയറി വരുമ്പം ഊട്ടിയിലേക്ക് ടച്ച് ആവണ റോഡ്. ഇതല്ല റോഡ്,
അത് മസനഗുഡി മുതുമലൈ റൂട്ട്. അത് 6 മണിക്കേ ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ. ഇപ്പോൾ 5 മണിയായി. അപ്പം നമ്മളിനി നേരെ റൈറ്റ് എടുത്തിട്ട് ഊട്ടിക്ക്. ഇതാണ് കേട്ടോ ജംഗ്ഷൻ. പോവാ. അങ്ങനെ ഊട്ടി എത്തിയെന്നാണ് തോന്നുന്നു. എൻ്റെ റൈറ്റ് സൈഡിൽ ഊട്ടിയുടെ ഒരു മൊത്ത വ്യൂ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഊട്ടിയുടെ വീടുകളൊക്കെയാണ്, ടൗണല്ല. ഇനി എൻ്റെ റൈറ്റ് സൈഡിൽ മറിഞ്ഞു പോയല്ല. റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണാം ഇഷ്ടംപോലെ വീടുകൾ, ഇങ്ങനെ ലൈറ്റ് കത്തി കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കെന്തായാലും റൂം സെറ്റാക്കേണ്ടി വരുന്നല്ല, സെറ്റാക്കണം. ഒന്ന് ഉറങ്ങണം, ഇല്ലെങ്കിൽ പണി വാളും. നല്ല ഒരു ഉറക്കം കിട്ടിയാലാണ് നാളത്തെ റൈഡിനൊരു എനർജി ഉണ്ടാവുള്ളൂ. കാരണം ഇന്ന് ഫുൾ നൈറ്റ് നമ്മൾ റൈഡ് ചെയ്തല്ലേ. അപ്പോൾ സെൻട്രൽ ബസ് സ്റ്റാൻഡ്, കോനൂർ റെയിൽവേ സ്റ്റേഷൻ, പോയൊക്കാം. അങ്ങനെ കറങ്ങി നോക്കാം. ഈ സമയത്ത് റൂം കിട്ടുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം തോന്നുന്ന റെൻ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുക. അങ്ങനെ നമ്മൾ ഊട്ടി എത്തിയത് ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാട്ടോ. അവിടെ ചാടിക്കാൻ നിർത്തിയാണ്. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ തണുപ്പ്. നമ്മൾ റൂം തപ്പി ഒരു റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചായക്കടയിൽ കയറിയിട്ട് ചാടിക്കാൻ നിർത്തിയാണ്. വേറെ ലെവൽ തണുപ്പ്, 10 ഡിഗ്രിയാണ്, രക്ഷയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ചായക്കടയിൽ നിന്നാണ് ഒരു കോഫിയെ കുടിച്ച്, ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തായാലും കോഫിയെ കുടിച്ച് നേരെ റൂം ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. റൂം പോയോക്കട്ടെ, എന്താ അവസ്ഥ എന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറേ വിളിച്ച് നോക്കിയിട്ടാട്ടോ റൂം കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റൂം പോയോക്കാം. നമ്മളിവിടുന്ന് ചായ അടിച്ചിട്ട് ചക്കച്ചിയുടെ കടയിൽ നിന്ന് നല്ല വടയും കിഡിലും കോഫിയും, രക്ഷയില്ല. ഇത് എൻ്റെ റൈറ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡാണ്. എന്തായാലും നമുക്കൊരു 3 മിനിറ്റ് ഉണ്ട് നമ്മളെടുത്ത റൂമിൽ കേട്ടോ. എടുത്തിട്ടില്ല, പോയി നോക്കട്ടെ സിറ്റുവേഷൻ എന്താണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ. കോടാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എൻ്റെ മോന്. ഉണ്ട് കോടയുടെ വേറെ ലെവൽ, രക്ഷയില്ല. ബോട്ട് ഹൗസ് നേരെ നമ്മളിങ്ങോട്ട്
എവിടെയാണോ ഇത് ഗുദാവിലാണോ റൂം? ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട്. ഞാൻ തണുത്ത് കുറച്ച് ഇതേ റൂമിലെത്തി. റൂമിൽ കാണിച്ചു തരാം. ഏകദേശം 1300 റുപ്യ കിട്ടാം റൂമിന്. തപ്പി തപ്പി ഇന്ന് കിട്ടിയിട്ട് ഭയങ്കര ബിസി റൂംസൊക്കെ. അപ്പോൾ കുറേ തപ്പി തപ്പി കിട്ടി. ഓൾമോസ്റ്റ് എല്ലാതും ഫിൽഡാണ്. ഒരുപാട് ഹോട്ടൽസ്, ഹോം സ്റ്റേ എല്ലാം വിളിച്ചു. അപ്പം ഇതേ ഒരു ചെറിയ റൂമാണ്. രണ്ടായി കിടക്കാം. പിന്നെ ഒരു കുഞ്ഞ ബാത്റൂമുണ്ട്. അല്ല കുഞ്ഞല്ല, വലുതാട്ടാ. ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് വില വ്യൂ ഉണ്ടോ എന്ന് നോക്കട്ടെ. വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു പറമ്പാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബൈക്ക് മുകളിൽ നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയേക്കാം. ഞാൻ ഒന്ന് പോയി കിട്ടോ ടംസ്. ഹെൽമെറ്റ് മുകളിലുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം വരുമ്പോൾ. അപ്പോൾ ബൈക്ക് മുകളിൽ നിർത്തിയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം വേറെ ലെവൽ റൈഡായിരുന്നു. ഒന്ന് പറഞ്ഞു വരുമ്പോൾ തണുത്തിട്ടൊരു രക്ഷയില്ല. നമ്മളാ നാട്ടിലെ ചൂടുന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റിയൊരു സമയം. അപ്പം ഇത് വണ്ടിയുടെ കിടക്കണേ. നമ്മളെ ചെക്ക അവിടെ കിടക്കണേ. ഇതാണ് ഇവിടുന്ന് പുറത്തുനിന്നുള്ള വ്യൂ. ഇതാണ് വ്യൂ. വിഷ്ണു കോട്ട. ഇവിടെ ഒരു മരമുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടുന്ന് വേറെ ലെവൽ വ്യൂ ആണ്. കണ്ടോ, മുട്ടി ടൗൺ മൊത്തത്തിൽ കാണാം. അവിടെയും കണ്ടോ കോടൊക്കെ ഇങ്ങനെ ഇറങ്ങി വേറെ ലെവൽ. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ കാണിച്ചില്ല. അത് അവിടെ RBIയുടെ ആണ്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫിന് മാത്രമുള്ള കോട്ടേജാണ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ലൊക്കേഷൻ കാണിച്ചത് അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി നോക്കിയപ്പോൾ പിന്നെയാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ RBIയുടെ സ്റ്റാഫാണോന്ന്. നമുക്ക് എന്താ RBI, എന്ത് സ്റ്റാഫ്. അപ്പം ഊട്ടി ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. ഈ മരം നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഈ വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡും കൂടി വരും. അപ്പം വേറെ എന്താ, ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പം ഒരു അൺഎക്സ്പെക്റ്റഡ് ഊട്ടി റൈഡ് ഇവിടെ കൊണ്ട് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്താ പറഞ്ഞ പോലെ അടുത്ത വ്ളോഗ് എന്തായാലും ഉണ്ടാവും, ഇതിൻ്റെ ബാക്കി എപ്പിസോഡ്. അപ്പം അടുത്ത വ്ളോഗ് കാണുന്നവരെ ബൈ ബൈ.